ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പാസ്താവും ഒരു വൈറ്റ് കളർ സോസ് ഇട്ടിട്ട് ഒരു പാസ്താവും ഒരു കടല ചുണ്ടലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുപ്പ് കത്തിച്ചിട്ട് അതിലിത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി പാസ്ത വേവിച്ച് ഊറ്റി വയ്ക്കണം. 1.5 കപ്പ് പാസ്ത ഇട്ടുണ്ട്. ഇത് വേവുമ്പോൾ നമുക്ക് ഊറ്റി വയ്ക്കണം. അത് വേവണ നേരത്ത് നമുക്കിവിടെ ചുണ്ടൽ താളിക്കാം. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ചുണ്ടൽ താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടല എന്ന് പറയുന്നത് ഗ്യാസല്ലേ, അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് നമുക്ക് ക്രഷ് ചെയ്ത മുളകിട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് താളിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. എനിക്ക് സൗണ്ട് അടഞ്ഞിട്ടിരിക്കണേ, കാരണം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലേക്കിത്തിരി കറിവേപ്പില, ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്ത മുളക്, അധികം വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതല്ലേ, അതിന് എരിവുണ്ടാകും. എന്നിട്ടിവിടെ ഉപ്പിട്ട് വേവിച്ച് വെച്ച കടല അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇതാണ് തമിഴ്നാട്ടിലെ ചുണ്ടൽ എന്ന് പറഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഞങ്ങൾ കഴിക്കാറുള്ളത്. നല്ല പ്രോട്ടീനാണല്ലോ. കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണങ്ങളുണ്ടാക്കി കഴിക്കാം. ദോശ, ഇഡ്ഡലിയും ചോറും കഞ്ഞിയൊന്നും കുടിക്കണമെന്ന് നിയമമൊന്നുമില്ല. വിശപ്പിന് നല്ല ആഹാരം കഴിച്ചാൽ മതി. ഇപ്പം ഇതിവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇവിടെ എന്തായെന്ന് നോക്കാം. ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി വയ്ക്കാം. ഇപ്പം അതിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി അടുത്തത് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ, ഞാൻ കുറച്ചുണ്ടാക്കണുള്ളൂ, കാരണം എനിക്ക് ഇത്ര മതി. ഒരു 50 ഗ്രാം ഉണ്ടാവുള്ളൂ. 100ൻ്റെ പകുതി എടുത്തു. സിമ്മിൽ വെച്ചിട്ട് മെൽറ്റാക്കണം. മെൽറ്റാകുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അത് റോസ്റ്റ് ചെയ്യണം. കരിയാണ്ട് റോസ്റ്റ് ചെയ്യണം. കറണ്ട് പോയി ഇവിടെ.
ഇപ്പം നമുക്ക് ഇത്തിരി ഒരു സ്പൂണ് മൈദ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യണം. കരിയാണ്ടത് റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് തിക്കാക്കാം. ക്രീം എന്തോരം വേണോ അത്ര പാലൊഴിക്കുക കേട്ടോ. ഞങ്ങൾ 2 പേരുള്ളൂ ഇവിടെ, അത് കാരണം ഒരു 300 പാല് ഒഴിച്ചിട്ടുള്ളൂ. കൊണ്ടക്കട കട്ടയാവാണ്ട് ഇളക്കിയിട്ടിരിക്കണം. ഇപ്പം ഇത് ക്രീം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി എരിവ് ഇരിക്കട്ടെ, ഇത്തിരി അധികം ഇരിക്കട്ടെ, ഇത്തിരി ഉപ്പ്. നമ്മളെ പാസ്ത വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. എനിക്ക് ഉപ്പ് അധികം ഇഷ്ടമില്ല, അപ്പോൾ അവസാനം ഉപ്പിടാന്ന് വിചാരിച്ചിട്ട്. അതുകൂടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇതിരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് വെറുതെ ഒന്നും പറയല്ല. നല്ല നമുക്ക് റിച്ച് കലോറി ബ്രേക്ക്ഫാസ്റ്റ് ആവും. ഈ പാസ്താവും ഈ കടലയും വേണമെന്നുണ്ടെങ്കിൽ ഒരു ബുൾസൈനും കൂടി കഴിച്ചാൽ, ഞാനെന്നൊരു മുട്ട കഴിക്കാം രാവിലെ. അപ്പോൾ സൂപ്പറുണ്ട്. ഇത്രയുള്ള പണി എളുപ്പപ്പണിയാണ് ഇത് രണ്ടും. കടലയും പാസ്ത, വൈറ്റ് ക്രീം പാസ്ത, വൈറ്റ് സോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ അത്രയും വയ്യാണ്ട് ഇത് ഉണ്ടാക്കിയിട്ട് കാണിക്കണത് എനിക്കൊന്ന് എല്ലാതും ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.